അപ്പോൾ ദേ ഗൈസ് നമ്മൾ എറണാകുളത്ത് പോയ വീഡിയോസിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. നമ്മളവിടെ മോർണിംഗിൽ ചായയൊക്കെ കുടിക്കാൻ കയറിയൊരു ചെറിയൊരു വീഡിയോസ് ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മീറ്റിങ്ങിലേക്ക് പോയിട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കന്നെ ഒരു 2 മണിയായിക്കണം. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ അപ്പോൾ നേരെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലുലുവിലൊന്ന് കയറാം, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ഇട്ട് പോയതാണ്. അത് വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നി, കാരണം അത്രയും തിരക്കായിരുന്നു ലുലുവിൽ. വണ്ടി പാർക്ക് ചെയ്യാൻ ഒത്തിരി സമയം എടുത്തു, അതേപോലെ വണ്ടി എടുക്കാൻ വേണ്ടി ഒത്തിരി സമയം, അങ്ങനെ സമയം ഒത്തിരി അവിടെ തന്നെ പോയിട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ പിന്നെ ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ അവിടുന്ന് ഇറങ്ങിട്ടോ. അവിടുന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒന്ന് പുറത്ത് കടക്കാൻ പെട്ട പാട്. അപ്പോഴേക്കന്നെ സമയം ഒത്തിരിയായി. അങ്ങനെ പിന്നെ നമ്മൾ റൂം എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഗ്രാൻഡ് ഹയാത്തിൽ ചെന്നു. അവിടെ ചെന്ന് നമ്മൾ റൂമൊക്കെ എടുത്തിട്ടോ. ഈ വണ്ടികളൊന്നും നമ്മളതല്ല, അവിടെ കണ്ടപ്പോൾ എടുത്ത ഫോട്ടോസും വീഡിയോസുമാണ്. മക്കൾ പിന്നെ വണ്ടി ഭ്രാന്തന്മാരാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ വീഡിയോസ് എടുത്തതിലൊന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ റൂം ടൂർ കണ്ടാലോ. ഇതാണ് നമ്മളെടുത്ത ഗ്രാൻഡ് ഹയാത്തിലെ റൂം കേട്ടോ. സെറ്റായിരുന്നു റൂം, അടിപൊളിയായിരുന്നു. എൻ്റെ കാന്താരി ചിരിച്ചും കൊണ്ട് വരുന്നുണ്ടല്ലേ. ആ ചിരി എന്തിനാ അറിയോ, ഈ ടോയ്ലറ്റ് കണ്ടിട്ട്. ഞങ്ങൾ ആദ്യം ചെന്നാൽ എല്ലാവരും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷെ ഞങ്ങൾ ടോയ്ലറ്റാണ് ആദ്യം നോക്കുക. എനിക്ക് ടോയ്ലറ്റിൻ്റെ അത് സൂപ്പറാണ് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു ടോയ്ലറ്റ്. നമ്മളെ റൂമിനെക്കാട്ടിലും വലുതായിരുന്നു കേട്ടോ. കുറേ ഷാമ്പുവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, സെറ്റ് ടോയ്ലറ്റായിരുന്നു. പിന്നെ എൻ്റെ മകൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ നമ്മൾ നേരെ പിന്നെ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി നേരെ ചെല്ലണത് നല്ല അടിപൊളി ഒരു മിറർ ഉണ്ട് അവിടെ. അതിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടോ. അത് പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മൾ എടുത്ത റൂം. ഈ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഈ റൂമിൻ്റെ കർട്ടൻ മാറ്റുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ. അവിടുന്ന് നോക്കാൻ കായലിലേക്ക് നേരെയുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. സെറ്റായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ വ്യൂവിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ലൈറ്റ് ഇട്ട സമയത്ത് നമുക്ക് നോക്കിയാൽ അത് കാണുന്നില്ല. അപ്പോൾ മോൻ പറഞ്ഞ് അതൊന്ന് ലൈറ്റ് കെടുത്ത് നോക്കുക പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഓടുകയാണ് ലൈറ്റ് കെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ആ വ്യൂ അത്രയും ഭംഗിയായിരുന്നു. അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളൊക്കെ റൂമിലേന്ന് നോക്കിയാൽ നേരെ കാണുന്ന വ്യൂ ഇതായിരുന്നു. ഞാൻ അങ്ങനെ ആലോചിച്ച് നാളെ മോർണിംഗിൽ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്നിങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ആ വ്യൂ ഒക്കെ കണ്ട് കുറേ നേരം ഒന്ന് ആസ്വദിച്ചിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ കെടുത്തിയിട്ട് സംഭവം സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പൂളിൽ പോകണം എന്നുള്ളൊരു പ്ലാനും കൂടി ഉണ്ട്. അപ്പോൾ 11 മണി വരെ അവിടെ പൂളുണ്ട്, 2 പൂളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോവാം എന്നൊരു പ്ലാനിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ പൂളിലേക്ക് പോകാനുള്ള പ്ലാനിങ് ആണ്. എൻ്റെ കാന്താരി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റായി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ പൂളിൽ കാണാം. ടാറ്റ ബൈ.